ചർച്ച് വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഗുഡ്നസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിൽ ചൊക്കൻകുടിയിരിപ്പ് എന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലാണ്. ചരിത്രവും വിശ്വാസവും ഇടകലർന്ന് നടക്കുന്ന ഒരു അതിപുരാതനമായ ഒരു മണ്ണിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ എത്തിയിരിക്കുന്നത് മണൽ മാതാവിൻ്റെ അത്ഭുത ദേവാലയ സന്നിധിയിലേക്കാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും എന്തുകൊണ്ട് മണൽ മാതാവ് എന്ന് വിളിക്കുന്നു. അതെ, മണൽ ഈ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസത്തിലും ചരിത്രത്തിലും എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നും അതുപോലെ ഇവിടെയുള്ള മാതാവിന് എങ്ങനെ മണൽ മാതാവ് എന്ന പേര് വന്നുമെന്നുള്ളതാണ് ഇന്നത്തെ ചർച്ച് വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്നത്. അത്ഭുത മണൽ മാതാവിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഈ ഒരു നാട്ടിൽ ക്രൈസ്തവ വിശ്വാസം എങ്ങനെ വളർന്നു വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കേറെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷം കൂടിയായിരിക്കും. കാരണം വിശുദ്ധ തോമാസ് ലീഹ കാലുകുത്തിയ ഒരു മണ്ണും കൂടിയാണ് ഈ ഒരു നാട്. അന്ന് ഈ നാട് ഭരിച്ചിരുന്ന രാജാവിൻ്റെ ഭാര്യയ്ക്കും മകൾക്കും പിശാചുബാധ ഏൽക്കുകയായിരുന്നു. തുടർന്ന് അന്ന് ഈ രാജാവിൻ്റെ അടുത്തേക്ക് കൊട്ടാരത്തിലേക്ക് വിശുദ്ധ തോമാസ് ലീഹ കടന്നു വരികയും രാജാവിൻ്റെ ഭാര്യയുടെയും മകളുടെയും മേൽ ബാധിച്ചിരുന്ന പിശാചിനെ പുറത്താക്കുകയും ചെയ്തു. ഇത് കണ്ട് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ആ രാജകുടുംബം മുഴുവൻ കടന്നു വരികയായിരുന്നു. തുടർന്ന് അവർ മാമോദീസ സ്വീകരിച്ചു. എന്നാൽ രാജാവിനോടൊപ്പം ഈ ഒരു നാട്ടുരാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത്. തോമാസ് ലീഹ ഈ നാട്ടിൽ വന്നതിന് ശേഷം ഇവിടെ ഒരു ദേവാലയം പണിതിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകൾക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാനൊരു ആലയം നിർമ്മിച്ചോ എന്നുള്ളതൊന്നും ചരിത്രത്തിലില്ല. എങ്കിലും കാലാകാലങ്ങളിലായി ക്രൈസ്തവ മിഷണറിമാർ വിദേശ നാടുകളിൽ നിന്ന് ഈ നാട്ടിലേക്ക് കടന്നു വരികയും ഇവിടെ അന്നുണ്ടായിരുന്ന ക്രൈസ്തവ വിശ്വാസികൾക്ക്, ക്രിസ്തീയ വിശ്വാസികൾക്ക് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും പ്രാർത്ഥനാ രീതികളെല്ലാം പകർന്നു നൽകി പോന്നു എന്ന് ചരിത്രത്തിലുണ്ട്. അതിനൊക്കെ ശേഷം 1339 ഇവിടെ ഒരു വ്യക്തിക്ക്, ഒരു അടിയുറച്ച ക്രൈസ്തവ വിശ്വാസിക്ക് പരിശുദ്ധ അമ്മ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ നാട്ടിൽ ഒരു ദേവാലയം പണിയണമെന്ന് അവരോട് പറഞ്ഞു. അങ്ങനെ 1339 അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇവിടെ ഒരു ക്രൈസ്തവ ദേവാലയം, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മണ്ണിൽ ഇവിടെ ഒരു ക്രൈസ്തവ ദേവാലയം പണിതു എന്നതാണ്. ഈ സമയത്ത് അന്ന് മാർപ്പാപ്പയുടെ ഡെലഗേറ്റായിരുന്ന മരിയ ജിയോവാനി എന്ന ബിഷപ്പ് ഇവിടെ വരികയും ഇപ്പോൾ ഇവിടെ അൾത്താറിൽ കാണുന്ന രൂപം 1339 നൽകുകയും ചെയ്തു. ആ രൂപമാണ് ആ പഴയ ദേവാലയത്തിൻ്റെ അൾത്താരയിൽ ഇപ്പോഴും ഉള്ളത്. വീണ്ടും നൂറ്റാണ്ടുകൾക്ക് ശേഷം 1548 വിശുദ്ധ ഫ്രാൻസിസ് സേവറും ഈ മണ്ണിൽ കാലുകുത്തി. അദ്ദേഹം ഇവിടെ വരികയും ഇവിടുത്തെ ക്രൈസ്തവ വിശ്വാസികൾ, ക്രിസ്തീയ വിശ്വാസികളുമായി സംസാരിക്കുകയും ഒരുപാട് പേർക്ക് മാമോദീസ നൽകുകയൊക്കെ ചെയ്തു. ഒപ്പം അദ്ദേഹം ഇവിടെ വലിയ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചു. മരിച്ചുപോയ ഒരു വ്യക്തിയെ അദ്ദേഹം ഉയർപ്പിച്ചു. അത്തരത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിൽ വീണ്ടും ഊർജവും അവർക്ക് അനുഗ്രഹവും നൽകുന്ന ഒരു സന്ദർഭമായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ ഈ ഒരു കൂടിക്കാഴ്ച. ഈ ദേവാലയത്തിന് ഇപ്പോൾ നമ്മൾ അറിയുന്ന മണൽമാത എന്ന് പറയുന്ന ആ പേര് വരുന്നതിന് പിന്നിലെ ചരിത്രം അത് 1598 ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഞാൻ നിൽക്കുന്നത് ഒരു ചുവന്ന മണ്ണിലാണ്. എൻ്റെ താഴെയുള്ള ഈ ഒരു മണൽ അത് ചുവന്നാണ് കിടക്കുന്നത്. ഈ മണൽ എന്നുമായി ബന്ധപ്പെട്ട് വളരെയധികം ഇതിൻ്റെ ചരിത്രവുമായി ചേർന്ന് കിടക്കുകയാണ്. 1598 ഈ നാട്ടിലൊരു സ്ത്രീ ജീവിച്ചിരുന്നു. പരിശുദ്ധ അമ്മയുടെ വളരെയധികം ഭക്തയായ ഒരു സ്ത്രീയായിരുന്നു. അവർ വിധവയായിരുന്നു. ആ വിധവയ്ക്ക് ആഹാരം, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് ആഹാരം കൊടുത്തുകൊണ്ടിരുന്നത് ഈ ദേവാലയത്തിന് തൊട്ടടുത്തുള്ള ഒരു കായലുണ്ട്. അവിടെ നിന്നും ചില കിളികൾ, പക്ഷികൾ
മീനെ പിടിച്ചുകൊണ്ട് ഈ സ്ത്രീക്ക് കൊടുക്കുമായിരുന്നു. ആ മീൻ വിറ്റുകൊണ്ടാണ് ആ സ്ത്രീ ജീവിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഈ നാട്ടിൽ മറ്റൊരു പേര് ഈ സ്ത്രീക്കെതിരെ ആരോപിച്ചു. അവർ വേശ്യാവൃത്തി ചെയ്താണ് ഇവിടെ ജീവിക്കുന്നത് എന്ന പേരിൽ ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി ആ സ്ത്രീയെ വധിക്കുകയുണ്ടായി. അവർ വളരെ വേദനിച്ചാണ് മരിച്ചത്. അതിനുശേഷം ഈ നാട്ടിൽ വലിയ രീതിയിലുള്ള ഒരു പ്രകൃതിക്ഷോഭമുണ്ടായി. വലിയൊരു മണൽക്കാറ്റ് വന്നു. ഈ നാട് മുഴുവൻ മണൽ കൊണ്ട് മൂടി. അങ്ങനെ അന്ന് പണിത 1339 പരിശുദ്ധ അമ്മ പറഞ്ഞ് പണിത ആ ദേവാലയവും ഇവിടുത്തെ കൊട്ടാരങ്ങളും വീടുകളും എല്ലാം ജനങ്ങൾ മുഴുവൻ ആ മണ്ണിലടിയിലായി അങ്ങനെ എല്ലാവരും മരിക്കുന്ന ഒരു കാഴ്ച. അതാണ് ഇവിടെ ഇപ്പോഴും മണൽ മൂടിക്കിടക്കുന്നത്. ഒപ്പം ചുമന്ന കളർ കാണുന്നതിൻ്റെ പിന്നിൽ ചില ഐതിഹ്യങ്ങൾ, ചില കഥകൾ പറയുന്നത് ആ സ്ത്രീയുടെ മരണത്തിന് ഉത്തരവാദിത്തമായി പ്രകൃതി പോലും മണൽ ചുമന്ന കളറിലേക്ക്, രക്തത്തിന് ഇതായി ചുമന്ന കളറിലേക്ക് മാറിയെന്നും ചില കഥകൾ പറയുന്നുണ്ട്. തുടർന്ന് ഏകദേശം ഒരു 300 വർഷങ്ങൾക്ക് ശേഷം 1898 ഈ നാട് മുഴുവൻ ഇതുപോലെ മണൽ വിരിച്ച് കിടക്കുകയാണ്. ഇവിടെ ആട് മേയിച്ചിരുന്ന ഒരു ബാലൻ, അവൻ ഈ വഴി നടന്നു പോകുമ്പോൾ അവൻ്റെ കാല് ഒന്നിൽ ഉടക്കി. അവനത് നോക്കുമ്പോൾ താഴെ എന്തോ മരത്തിൻ്റെ ഇത് കണ്ടു. അവനത് കുഴിച്ചു. അത് കുഴിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു മരക്കുരിശ് അവൻ കണ്ടു. അവൻ ഉടനെ തന്നെ ഈ നാട്ടിലെ തൊട്ടടുത്തുള്ള ചൊക്കൻകുടിയിലെ ദേവാലയത്തിലേക്ക് അവിടുത്തെ വികാരിയച്ഛനെയും അവിടുത്തെ ഇടവജനങ്ങളെയും അറിയിച്ചു. അവർ വന്ന് ഇവിടെ വന്ന് ഈ കുരിശ് വീണ്ടെടുത്തു. കുരിശ് വീണ്ടെടുക്കുമ്പോഴാണ് അതിന് താഴെ അന്ന് 1339 പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് പണിത ആ ദേവാലയം മാത്രം ഒരു കേടുപാട് പോലും ഇല്ലാതെ ആ ഭൂമിയുടെ താഴെ, മണലിന് താഴെ അവിടെ നിൽക്കുന്ന കാഴ്ച പിന്നീട് കണ്ടത്. അങ്ങനെ ഇവിടുത്തെ വിശ്വാസികളും ഇടവജനങ്ങളെല്ലാവരും കൂടി ആ ഒരു കുരിശും ആ ഒരു ദേവാലയവും വീണ്ടെടുത്തു. ഇപ്പോൾ നിങ്ങൾ എൻ്റെ പുറകിൽ കാണുന്ന ഈ ദേവാലയം 2 നിലയായിട്ടാണ് പണിതിരിക്കുന്നത്. കാരണം ഈ മണ്ണിൻ്റെ അടിയിൽ അന്ന് പണ്ടത്തെ ആ ഒരു ക്രൈസ്തവ ദേവാലയവും അന്ന് ആ ബാലൻ്റെ കാലിൽ കൊണ്ട ആ കുരിശും ഇപ്പോഴും അവിടെയുണ്ട്. ആ ദേവാലയവുമുണ്ട്. അതിന് മുകളിൽ ഇപ്പോൾ ഒരു പുതിയൊരു ദേവാലയം, ചെറിയൊരു ദേവാലയം നിർമ്മിച്ചു എന്ന് മാത്രം. അത്ര വലിയ ചരിത്ര പ്രാധാന്യമുള്ള, അത്ഭുതമുള്ള ആ ഒരു ദേവാലയത്തിലേക്ക് നമുക്ക് കിടക്കാം. ഈ അത്ഭുതം നടന്ന ആ ദേവാലയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അത് ശരിക്കും ഭൂമിക്ക് അടിയിലാണ്. നേരത്തെ പറഞ്ഞ പോലെ മണൽ വന്ന് മൂടി പിന്നീട് കണ്ടുപിടിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അതിനുവേണ്ടി താഴേക്ക് ഒരു സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റെപ്പിൽ കൂടെ തന്നെ ഈ ഒരു ദേവാലയത്തിലേക്ക് നമുക്ക് താഴേക്ക് കടന്നു പോകാം. നമ്മളിവിടെ കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരുപാട് പേര് തിരികൾ കത്തിച്ച്, എപ്പോഴും ഒരുപാട് വിശ്വാസികൾ ഇവിടേക്ക് കടന്നു വരും. അവർ ഇവിടെ തിരികൾ കത്തിച്ച് വരുമ്പോൾ തന്നെ അവരിവിടെ തിരികൾ കത്തിക്കും. തിരികൾ കത്തിച്ച് മാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് തന്നെയാണ് അവരിവിടെ അകത്തേക്ക് പോകുന്നത്. ഇത് നമ്മൾ ആ പഴയ ദേവാലയത്തിലേക്ക് കടക്കുന്ന കാഴ്ചയാണ്. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇവിടെ 3 ഭാഷകളിൽ, അതായത് തമിഴ്, ഇംഗ്ലീഷ്, മലയാളം, ഈ 3 ഭാഷകളിൽ ഈ ദേവാലയത്തിൻ്റെ ഹിസ്റ്ററി, ചരിത്രം ഇവിടെ അവർ എഴുതി വച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിശ്വാസികൾക്ക് ഇവിടെ കയറി വന്ന് ഇവിടെ ഒരു നിലവിളക്കുണ്ട്. ആ നിലവിളക്കിൽ എണ്ണ ഒഴിച്ച് തിരികത്തിച്ച് അവർ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദേവാലയത്തിലേക്ക് കടന്ന് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കടക്കുന്നത് ഇത് പഴയ ആ ദേവാലയമല്ല. ഇത് പിന്നീട് അവർ ആ ദേവാലയം കണ്ടെത്തിയതിന് ശേഷം കയറി വരാൻ വേണ്ടി നിർമ്മിച്ചതാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് വിശ്വാസികളുണ്ടാവും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി നിൽക്കാൻ വേണ്ടി ഒരു റൂം അല്ലെങ്കിൽ ഒരു ഹോള് പോലെ ദേവാലയത്തോട് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾ കാണാൻ സാധിക്കും, ഈ കാണുന്നതാണ് ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന കവാടവും ആ ഭിത്തിയും. അതാണ് അന്ന് 1339 പണിത പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഇവിടെ ദേവാലയം പണിയണമെന്ന് പറഞ്ഞ് പണിത ദേവാലയം. ഈ ദേവാലയമായിരുന്നു ഏകദേശം ഒരു 300 വർഷങ്ങളോളം മണ്ണിൻ്റെ ഉള്ളിൽ അടിപ്പെട്ട് പോയത് ഈ ഒരു ദേവാലയം. ആ ദേവാലയം ഇന്നും ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഒരുപാട് വിശ്വാസികൾ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. മണൽ മാതാവ് എന്ന പേരിൽ മാതാവ് ഇപ്പോഴും അവിടെ അകത്തുണ്ട്. ആ മാതാവ് അന്ന് കൊണ്ടുവന്ന ആ മാതാവ് ഉണ്ട്. അതോടൊപ്പം തന്നെ അന്ന് ഇടയബാലൻ 1800കളിൽ ഇടയബാലൻ്റെ കാലിൽ ഒരു മരക്കുരിശ് കാലിൽ പെടുകയും അത് കണ്ടിട്ടാണ് ഇതിനുള്ള ദേവാലയം കണ്ടെത്തുന്നത്. ആ
ഇടയബാലൻ കണ്ടെത്തിയ കുരിശാണ്. ഈ ദേവാലയത്തിൻ്റെ ടോപ്പിലെ കുരിശായിരുന്നു അന്ന് ഇടയബാലൻ കണ്ടെത്തിയത്. ആ കുരിശ് ഇതിൻ്റെ മുകളിലുണ്ട്. അതിനകത്ത് കടക്കാനായിട്ട് 2 സൈഡിൽ സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇപ്പോൾ ആദ്യം ഈ ദേവാലയത്തിനകത്ത് കയറി പ്രാർത്ഥിക്കാം. அனைவருக்கும் வணக்கம். நான் தூத்துக்குடி மறை மாவட்டம் சொக்கன்குடியிருப்பு பங்கு அதிசய மணல் மாதா திருத்தலத்திலிருந்து உங்களோடு பேசுகின்றேன். இந்த திருத்தலமானது சிறந்த விதத்தில் ஏராளமான மக்களை இந்த இடத்திற்கு வர வைத்து அதிசய மணல் அன்னையின் வழியாக ஏராளமான அருளை பெற்று செல்கின்ற இடமாக இருக்கிறது. இந்த திருத்தலம் கண்டுபிடிக்கப்பட்ட நாளிலிருந்து இந்த இடத்திற்கு வருகின்றவர்கள் அனைவரும் ஏராளமான வரங்களை பெற்று செல்கிறார்கள். அந்த வகையில் நீங்கள் பார்க்கின்ற இந்த ஒரு ஆலயமும் இந்த ஒரு பலிப்பீடமும் தான் தொடக்கத்தில் இந்த ஆலயம் கண்டுபிடிக்கப்பட்ட போது இருந்த ஒன்று. அதே நேரத்தில் இங்கு இருக்கின்ற சிறுவங்கள் 3மே இந்த ஆலயம் தோண்டி கண்டெடுக்கப்பட்ட போது உள்ள ஒரிஜினல் சிறுவங்கள். இந்த ஆலயம்தான் ஏறக்குறைய பல ஆண்டுகள் பூமிக்கு அடியிலிருந்து ஒரு ஆடு மேய்க்கின்ற சிறுவனால் கண்டுபிடிக்கப்பட்டது. இந்த இடத்திற்கு வருகின்றவர்கள் நிச்சயமாக இறை ஆசிரை பெற்று செல்கின்றார்கள். இந்த ஆலயத்திற்கு மேல் இப்பொழுது வழிபாட்டிற்காக ஒரு பெரிய ஒரு ஆலயம் கட்டப்பட்டிருக்கிறது. அந்த இடத்திலும் மக்கள் வழிபாடு செலுத்தி இறை ஆசிரை பெறுகின்றார்கள். இந்த இடம் ஏறக்குறைய ஏராளமான மக்கள் இந்த மணலில் படுத்து உறங்குகின்ற பொழுது அருளையும் ஆசீர்வாதத்தையும் பெறுகிறார்கள் என்று சொல்லி அவர்களுடைய ஒவ்வொரு நிகழ்விலிருந்து சாட்சி பகிர்ந்து கொண்டிருக்கிறார்கள். இப்படிப்பட்ட திருத்தலத்தில் இருந்து உங்களோடு பேசுவதில் நான் மிகுந்த மகிழ்ச்சி அடைகின்றேன். പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ദേവാലയം പണിയണമെന്ന് പറഞ്ഞ് പണിത ദേവാലയത്തിലാണ് ഞാനിപ്പോൾ. മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത് ഏകദേശം ഒരു 300 വർഷത്തോളം ഈ ഒരു ദേവാലയം മണ്ണിനടിയിൽ മണൽ മൂടി കിടന്നിരുന്നു. 300 വർഷങ്ങൾക്ക് ശേഷം ആണ് ഈ ദേവാലയം വീണ്ടെടുക്കുന്നത്. അതിനുശേഷം വിശ്വാസികളോടൊന്ന് പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു അൾത്താര അന്ന് 1339 പണിയുന്ന അൾത്താരയും അതിനുള്ളിലുള്ള ആ 3 രൂപങ്ങൾ അന്ന് ആ കാലഘട്ടത്തിൽ അന്ന് വത്തിക്കാൻ സ്ഥാനപതി ഡെലഗേറ്റ് ഇവിടേക്ക് കൊടുത്തുവിട്ട അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന് സ്ഥാപിച്ച ആ മാതാവിൻ്റെ രൂപവും കൂടിയാണ് ഇരിക്കുന്നത്. അതാണ് മണൽ മാതാവ്. ഇവിടേക്ക് ഒരുപാട് വിശ്വാസികൾ കടന്നു വരുന്നു. ഒപ്പം മറ്റ് കാര്യങ്ങളൊന്നും ഈ ദേവാലയത്തിൽ ചെയ്തിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മറ്റു വിഷയം, അന്ന് ഈ ഒരു ദേവാലയം നിർമ്മിച്ച ശേഷം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഇവിടേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ശ്വാസമുട്ടലൊക്കെ അനുഭവിച്ചിരുന്നു. കാരണം ഇത് മണ്ണിനടിയിലാണല്ലോ, ഇപ്പോഴും നമ്മൾ മണ്ണിനടിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അന്ന് 1800കളിൽ വിശ്വാസികൾ പണിത ഒരു വെന്റിലേഷനാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ഈ ദേവാലയത്തിൻ്റെ ഏകദേശം ഒരു 6 സ്ഥലങ്ങളിലായിട്ടുണ്ട്. ഇത് നേരെ വെന്റിലേഷൻ പോലെ മുകളിലേക്ക് പോകുന്നു. അവിടെ നിന്ന് വായു അകത്തേക്ക് കടന്നു വരുന്നു. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും അൾത്താരയുടെ 2 സൈഡിലും ഇതുപോലുള്ള വെന്റിലേഷൻ അന്ന് നിർമ്മിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം കടന്നു വന്ന ആ ഒരു കവാടമാണ്. ഈ കവാടത്തിൻ്റെ 2 സൈഡിലായിട്ട് സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് നേരെ ചെല്ലുന്നത് ആ പഴയ ദേവാലയത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ആ കുരിശിലേക്കാണ്. അന്നത്തെ കുരിശ്, ആ കുരിശ് നമുക്കൊന്ന് കാണാം.
நீங்கள் பார்க்குற இதுதான் இப்பொழுது மக்கள் வந்து இந்த குருசை தொட்டு வணங்கி அவங்க தங்களுடைய வேண்டுதலை அவங்க பெற்று செல்கிறாங்க. நீங்கள் பார்க்குற இந்த குருசு தான் ஏறக்குறைய 300 வருடத்திற்கு முன்னால் உள்ள குருசு. அது அழியாமல் எந்த விதமான பாதிப்பும் இல்லாமல் அது அப்படியே இருக்கிறது. நீங்கள் இப்போது பார்க்கிற இந்த ஆலயம் பலிப்பிடம். தற்போது வழிபாடுகள் மாஸ், ரோசரி எல்லாம் நடைபெறுகிற இடம். இந்த ஆலயமானது நீங்கள் கீழே பார்த்த அந்த புதுமை ஆலயத்திற்கு மேல் கட்டப்பட்டிருக்கிறது. ஆக கண்டுபிடிக்கப்பட்ட ஆலயம் சிறியதாக இருந்ததனால் மக்களுடைய வழிபாட்டிற்காக இந்த இடம் பின்னால் கட்டப்பட்டது. இந்த இடத்துல ஒவ்வொரு சனிக்கிழமையும் மதியம் நூன் டைம் 12 o'clock மாஸ் இருக்கும், ஹோலி மாஸ் இருக்கும். அதனைத் தொடர்ந்து மாலையில் 6:30 ரோசரி, அதனைத் தொடர்ந்து ஹோலி மாஸ் நடைபெறும். ஒவ்வொரு முதல் சனிக்கிழமையும் எவ்ரி ஃபர்ஸ்ட் சாட்டர்டே மார்னிங் 10:30 ரோசரி, 11 o'clock ப்ரேயர் அண்ட் வர்ஷிப், 12 o'clock ஹோலி மாஸ். தென் அகெயின் ஈவினிங் 6:30 ரோசரி ப்ரொசஷன், தென் ஹோலி மாஸ் ஒவ்வொரு முதல் சனிக்கிழமையும் நடைபெறும். ஒவ்வொரு ஆண்டும் செப்டம்பர் மாதம் கடைசி சனி மற்றும் வெள்ளிக்கிழமை, செப்டம்பர் மந்த் லாஸ்ட் சாட்டர்டே அண்ட் சண்டே the annual feast will be celebrated. நீங்கள் இப்போது பார்க்கிற இந்த ஆலயத்தினுடைய மாதிரி தோற்றம் இன்னும் சில நாட்களில் இந்த அதிசய மணல் மாதா திருத்தலத்தில் கட்டப்பட இருக்கிறது. இந்த ஆலயமானது கீழே உள்ள அந்த சிற்றாலயத்தை மையமாக வைத்து அதன் மேல் இந்த புதிய ஆலயமானது கட்டப்பட இருக்கிறது. அந்த ஆலயத்தினுடைய மாதிரி தோற்றம் தான் இப்பொழுது நீங்கள் பார்த்தது. ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് ആഴപ്പെടാനായിട്ട് ഇവിടെ മണ്ണിനടിയിൽ തന്നെ, അതായത് ഈ ഭൂമിക്കടിയിൽ തന്നെ ഒരു നിത്യാരാധന ചാപ്പൽ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അത് ആണ് ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത്. ഇവിടെ വരുന്ന വിശ്വാസികൾ ഈ ചാപ്പലിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ വിശ്വാസികൾക്ക് ഒരുപാട് അനുഭവം നൽകുന്ന ഒരു ദേവാലയമാണ് ഈ മണൽമാത ദേവാലയം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി ഒരുപാട് വിശ്വാസികൾ ഇവിടെ കടന്നു വരികയാണ്. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് എപ്പോഴെങ്കിലൊക്കെ ഈ വഴി പോവുകയാണെങ്കിൽ ഈ ദേവാലയത്തിൽ കയറി പ്രാർത്ഥിക്കണമെങ്കിൽ, നമുക്കറിയാം ഇത് ബേ ഓഫ് ബംഗാളിൻ്റെ തീരത്താണ്. കന്യാകുമാരിയിൽ നിന്ന് നാഗർകോവിൽ, വള്ളിയൂർ വഴി, തിസൈൻ വില്ലേജ് വഴി ഇവിടെ മണൽമാത ദേവാലയത്തിലേക്ക് നിങ്ങൾക്കെത്താം. അതുപോലെ തന്നെ മറ്റ് പല വഴികളുമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഗൂഗിൾ മാപ്പിൽ മണൽമാത ദേവാലയം എന്ന് നമ്മൾ ഇട്ട് കൊടുത്താൽ കൃത്യമായിട്ട് ഈ ദേവാലയത്തിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും.
പരിശുദ്ധ അമ്മ ഇന്നും നമ്മുടെ കൂടെ അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും എല്ലാം മനുഷ്യരുടെ കൂടെ തന്നെ ഈശോയിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ വാങ്ങിത്തരാൻ പരിശുദ്ധ അമ്മ നമ്മുടെ ഇടയിലുണ്ട് എന്നതിൻ്റെയൊക്കെ ഏറ്റവും വലിയ തെളിവുകളാണ് പരിശുദ്ധ അമ്മയുടെ അത്ഭുതത്താൽ മാധ്യസ്ഥ ശക്തിയാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും നമ്മൾ ഇപ്പോൾ കണ്ട ഈ അത്ഭുത ദേവാലയങ്ങളുമെല്ലാം. ചർച്ച് വ്ളോഗിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. വീണ്ടും മറ്റൊരു ദേവാലയമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.